ഹലോ ഗൈസ്, ഇത്ര നാൾ കുറച്ച് എനർജി കുറവായിരുന്നു വീഡിയോയ്ക്ക്. ഇനി കുറച്ച് എനർജി ആവാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. കണ്ടാൽ ഞെട്ടരുത്. കണ്ടോളൂ ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുറിയുടെ അവസ്ഥ. പാക്കിംഗ് ആണ്. ഇന്നലെ രാത്രി ഞാൻ പാക്ക് ചെയ്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെയായിട്ട് ഞാൻ കിടന്നുറങ്ങി. ക്ഷീണമായിരുന്നു ഗൈസ്, വയ്യ. ഇനി ബാക്കി പാക്കിംഗ് തുടങ്ങാം. ബാക്കി പാക്കിംഗ് കഴിഞ്ഞിട്ട് വേണം നാളെ ഈ പെട്ടികളൊക്കെ പുതിയ വീട്ടിലേക്ക് മാറ്റാണ്. ഈ വീഡിയോ മിക്കവാറും 3 കഷ്ണമായിട്ടായിരിക്കും. ഫസ്റ്റ് റൗണ്ട് ഓഫ് പാക്കിംഗ്, പെട്ടി പുതിയ വീട്ടിലേക്ക് മാറ്റുന്നു. സെക്കൻഡ് റൗണ്ട് ഓഫ് പാക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. സെക്കൻഡ് റൗണ്ട് ഓഫ് മൂവിങ് ഇവിടെ നിന്ന് എൻ്റെ അറിയാവുന്ന ഒരാളുടെ വീട്ടിലേക്ക് മാറുന്നു. ഓൺലി ഫോർ 13 ഡിസംബർ. ദെൻ നെക്സ്റ്റ് റൗണ്ട് ഓഫ് മൂവിങ് 31 നമ്മൾ Airbnb പോകുന്നു. ആൻഡ് ദ ലാസ്റ്റ് റൗണ്ട് ഓഫ് മൂവിങ് ആയിട്ട് January 4 നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ്. എന്താ എൻ്റെ മുറിയുടെ കോലം. എനിക്ക് തന്നെ ഈ മുറി കയറാൻ തോന്നുന്നില്ല. ഇതൊക്കെ അടക്കി പറക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അതുമാത്രമല്ല, ഇതൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലെ സ്റ്റെപ്പിൽ നടക്കണ്ടേ എന്നൊലിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഞാനായിട്ട് ആരെയും വിളിക്കാത്തതാണ് ഗൈസ്. പിന്നെ മിക്കവാറും ഇവിടെ ഇല്ല. എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ ട്രിപ്പ് പോയി. പിന്നെ ആരും വേണമെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പിന്നെ ഞാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് നാളെ പെട്ടി ഇറക്കി നോക്കാം. പെട്ടിയില്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാമല്ലോ. ഈ പെട്ടി പാരീസിൽ നിന്ന് മെട്രോന്ന് ട്രെയിനിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് റെന്നിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന അത്രയും ബുദ്ധിമുട്ട് എന്തായാലും ഇനി ഉണ്ടാവില്ല. കാരണം അപ്പോൾ 3-4 പെട്ടി ഒരുമിച്ച് തള്ളണമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഓരോന്നോരോന്നായിട്ട് ഇറക്കി പതിയെ കൊണ്ടുപോയാൽ മതിയല്ലോ, സമയമുണ്ടല്ലോ. അപ്പം എങ്ങനെയാ പാക്കിങ് തുടങ്ങല്ലേ? ഫോൺ എവിടെ വെക്കും? നോട്ടെ, ഫോൺ വെക്കാൻ വല്ല ആംഗിൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ടൈം ലാപ്സിലിട്ട് പാക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ നിലപ്പെട്ടി ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ അതായത് ആകെ 4 ദിവസം. ഞാൻ ഇപ്പോൾ പറയാം. ഇന്ന് ഏതാ ദിവസം? 27, 28, 29, 30, 31. ഈ 4 ദിവസത്തേക്ക് ഇവിടെ ഇടാനുള്ളതും അത് കഴിഞ്ഞ് 4 ദിവസം Airbnb-യിൽ ഇടാനുള്ള ഡ്രസ്സുകളും മാത്രം മതി. എന്തിനാ ഞാൻ ഇതിന് മാത്രം ഡ്രസ്സ് ഇവിടെ എടുത്ത് വച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ഇൻ കേസ് ആവശ്യം വന്നാലോ? സാധാരണ ഞാൻ എന്ത് കുറച്ചെടുക്കുന്നോ അന്ന് എനിക്ക് എന്തെങ്കിലും കൂടുതൽ ആവശ്യം വരാറുണ്ട്. സോ ഈ പ്രാവശ്യം ഞാൻ മുൻകൂട്ടി കണ്ട് അത്രയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ ഒരു പെട്ടിയാണ് ഞാൻ Airbnb-യിലേക്ക് ക്യാരി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതെൻ്റെ ലങ്ങയിരിക്കുന്ന റോസ് പെട്ടിയാണ്. ബട്ട് ദ ഡൗട്ട് ഈസ്, അവസാനം അതിനകത്ത് സ്ഥലം ഉണ്ടാവൂടെ? ആർക്കറിയാം. നമുക്ക് എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓക്കെ, ഈ പെട്ടിക്കകത്ത് നിറച്ച് എൻ്റെ ഡ്രസ്സുകളാണ്. ഇതിന് മാത്രം ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്ന എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ വാക്യൂം ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് വളരെ സുഖകരമായിട്ട് ഒരു പെട്ടിക്കകത്ത് ഡ്രസ്സൊക്കെ കയറി. അതെ, ഒരു പെട്ടിക്കകത്ത് ഡ്രസ്സ് കയറി. പിന്നെ കിച്ചൺ ബാഗിനകത്ത് സാധനങ്ങൾ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രസ്സ് വെച്ചത്. 2 പെട്ടിക്കകത്ത് എന്നാലും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പുതപ്പടക്കം കൊണ്ടുവന്നല്ലോ. പക്ഷേ വാക്യൂം ബാഗ് എടുത്ത് വാക്യൂം ചെയ്യുന്ന സാധനം ഞാൻ എടുത്തില്ല. ഇനി ബാഗ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം വാക്യൂം ഒന്നും നടക്കില്ല. സോ പെട്ടി നിറച്ച് ഡ്രസ്സാണ്. പിന്നെ ഇതിനകത്ത് അലക്കാനുള്ള ഡ്രസ്സ് വേറെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് തപ്പി കണ്ടുപിടിച്ച് തിരിച്ച് ഇട്ട് എന്നിട്ട് അത് അലക്കാനിട്ട് ബാക്കിയുള്ളത് അലമാരിയിൽ വെക്കണം. ഇപ്പോഴേ മടക്കി വെച്ചേക്കാം. കാരണം ബാക്കി പെട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ബാക്കി വാഷിംഗ് മെഷീനിലിട്ട് പോരാൻ നേരത്ത് ലാസ്റ്റ് ഡേ അലക്കിയാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഞാൻ മൂഞ്ചു. കാരണം ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ഇപ്പം ഞാനാണ് ഉപയോഗിക്കുന്നത്. സോ ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ക്ലീനാക്കിയിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന ചെക്കൻ പോയപ്പോൾ അവൻ്റെ അടുത്ത് ക്ലീനാക്കിയത് ശരിയായില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ ചെറുക്കൻ 3 മണിക്ക് ബസ് ഉണ്ടെങ്കിൽ 2 മണി വരെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നല്ല വൃത്തിക്ക് ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ക്ലീനാക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. പിന്നെ ഞാൻ ഭയങ്കര മടിച്ചായിട്ട് വരികയാണ്. ഈ വെക്കേഷൻ കൂടെ ആയി പിന്നെ ഭയങ്കര മടിച്ചായി. സോ ഞാൻ കുറേ സംസാരിക്കണ്ട, എന്തായാലും ആവട്ടെ. സോ ലാസ്റ്റത്തേക്കൊന്നും വയ്ക്കാൻ പാടില്ല. നമ്മൾ ഇപ്പം തന്നെ
ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ട് പറയണം മോഹങ്ങളെല്ലാം കൊതിത്തേറും വീഡിയോ ക്യാൻസൽ. 2 ഫോണില്ല. എൻ്റെ സെക്കൻഡ് ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ പാട്ട് വെച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇരിക്കുന്നു. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നത്? ഞാൻ പോകുന്നത് മാത്രം വീഡിയോ എടുത്ത് കാണിച്ചാൽ പോരെ? അതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അയ്യോ, കഴിഞ്ഞ 2 പ്രാവശ്യം വൻഷോ പോയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡില്ല. പുറത്തിറങ്ങിയാൽ ഒടുക്കത്തെ തണുപ്പാണ്. പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാനും തോന്നാറില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരിക. അപ്പോൾ അതായത് പോകുന്നത് വരുന്നത് പിന്നെ പുതിയ അയ്യോ എൻ്റെ ഇവിടെ ചുണ്ട് പൊട്ടി ഗൈസ്. എൻ്റെ ചുണ്ട് വളരെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇപ്പം. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുക്കാം. അല്ലാണ്ട് ഇത് മടക്കി വയ്ക്കുന്നതും ഇത് പെട്ടിയിലാക്കുന്നതും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അടുത്ത സെക്ഷൻ എപ്പോഴെങ്കിലൊക്കെ ഇതിൻ്റെ ബാക്കി എടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ബായ് ബായ്. കയ്യൊക്കെ ചുവന്നിരിക്കുന്നു. ടാറ്റ ഗൈസ്. ഹലോ ഗൈസ്, വ്ളോഗ് എടുക്കാൻ മറന്നുണ്ട്. പെട്ടെന്ന് എടുക്കുന്നൊരു വ്ളോഗാണ്. ഒരു പെട്ടി ഓൾറെഡി ഞാൻ താഴെ കൊണ്ടുവച്ചു. ഇനി 2 പെട്ടിയുണ്ട്. 15 മിനിറ്റിൽ ഡ്രൈവർ വരും. അതിന് മുമ്പ് ഇത് കൊണ്ടുവയ്ക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ. അങ്ങനെ 3 പെട്ടി ഞാൻ പുറത്തിറക്കി. 3 നില മുകളിലെ നിലയിൽ ഞാൻ താഴെ വരെ ഇറക്കി. ഐ ഫീൽ സോ പ്രൗഡ് ഓൺ മൈ സെൽഫ്. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പഠിച്ചത് ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ എം ഫീലിംഗ് സം പ്രൗഡ്. പിന്നെ ഇവിടെ താഴെ എത്തി 2 പെട്ടി ഈ ഡോറ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഡോറ് തന്നെത്താൻ ലോക്കാവും. അപ്പോൾ ഡോർ ഒരാൾ പിടിച്ചിട്ട് വേണം പെട്ടി ഇറക്കാൻ. 2 പെട്ടി ഞാൻ ഡോറ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇറക്കി. ലാസ്റ്റ് പെട്ടി ഇറക്കാൻ നേരമായപ്പോഴേക്കും താഴത്തെ റൂമിൽ നിന്ന് താഴത്തെ ഇതിൽ സൗണ്ട് കേട്ടിട്ട് താഴത്തെ റൂമിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ട് വന്നു. അവൻ ഒരു പെട്ടി ഡോറിൻ്റെ അപ്പുറത്തേക്ക് വെച്ച് തന്നു. ബട്ട് മോളിൽ നിന്ന് താഴെ വരെ ഞാൻ ഇറക്കി ഗൈസ്. ഐ ആം സോ ഹാപ്പി. വെയിറ്റിംഗ് ഫോർ ഊബർ. ബൈ. അങ്ങനെ പെട്ടി കൊണ്ട് പുതിയ വീട്ടിൽ വെച്ചു. വേഗം ഇറങ്ങി ഞാൻ അവിടെ നിന്ന് പെട്ടി വെച്ചു. ഉടനെ പോന്നു. നല്ലൊരു ഊബർ ഡ്രൈവറായിരുന്നു എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. സോ ഹെൽപ്ഫുൾ. പിന്നെന്തോന്നാ വന്ന് പെട്ടി ഇറക്കി പെട്ടി ഗ്യാരേജിൽ വെച്ചു. തിരിച്ചിങ്ങ് നടക്കുന്നു. അയ്യോ, ഏതായിരുന്നു വഴി ഞാൻ മറന്നുപോയില്ല. ലൊക്കേഷൻ ഇട്ടിട്ട് നടക്കാം, അതായിരിക്കും സേഫ്. ഓക്കെ ഗൈസ്, ബൈ. ഇനി അടുത്ത അപ്ഡേറ്റ് വരുന്നവരെ പാക്കലാണ്. ഹലോ ഗൈസ്, സമയം ഇപ്പോൾ വെളുപ്പിന് 4:30. ഇത്രയും ദിവസം അടി പിടിച്ചിരുന്ന് ക്ലീൻ ആക്കാണ്ട് അത് എന്ത് ലാസ്റ്റ് ദിവസം ക്ലീൻ ആക്കാമെന്നുള്ളതെന്ന് എഴുതി ഇന്ന് ക്ലീനിങ്ങും പാക്കിങ്ങും കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ ഇന്ന് നമുക്ക് നാളെ ഒരു ദിവസം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല സുഖമുണ്ട്. വെളുപ്പിൽ 4:30 വരെ ഇരുന്ന് 9 മണിക്കാണ് തുടങ്ങിയുള്ളൂ. എന്നാലും റൂം മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. അയ്യോ ചത്ത്. നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. കിച്ചൺ ബാത്റൂം ക്ലീൻ ആക്കാൻ അധികം ഉണ്ടോയെന്ന് വെച്ചാൽ എന്നാലും ഉണ്ട്. സമയത്ത് ക്ലീൻ ആക്കി പോയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ കുറേയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മാറ്റുമ്പോൾ, അതായത് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ കവറുകൾ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ ചാർജറുകളും കാര്യങ്ങളൊക്കെ ഇന്നെടുക്കാൻ പറ്റില്ലല്ലോ. നാളെ ഒരു ദിവസം ഫുള്ള് ഞാനിവിടെ ഉണ്ട്. മറ്റന്നാൾ ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്നൊരു അപ്ഡേറ്റ് തരാമെന്ന് എഴുതി വന്നതാണ് ഗൈസ്. അലമാരിയൊക്കെ ക്ലീനാക്കി. ഇതെൻ്റെ ഉപയോഗിക്കാനുള്ള മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ 2 ദിവസം ഇല്ലേ കുളിക്കണ്ടേ, കുളിക്കാനുള്ള സാധനങ്ങൾ. 2 ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ. അത്രയേ ഉള്ളൂ. കുളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടവൽ, ജാക്കറ്റ്, ബാക്കിയെല്ലാം ഞാൻ പാക്ക് ചെയ്തു. അയ്യോ. അപ്പോൾ ഓക്കെ ഗൈസ്, കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.
അങ്ങനെ ഇന്നിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഡിസംബർ 31. ഇവിടെ നിന്ന് ഇനി എയർബിഎൻബിയിലേക്ക് പോവാം. അതൊരു ഹോട്ടൽ പോലെയാണ്. അവിടെയാണെങ്കിൽ 4 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് പുതിയ വീട്ടിലേക്ക് പോണത്. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. വിഷമമുണ്ടോയെന്ന് വെച്ചാൽ വിഷമമുണ്ട്. എന്തോ ഒരു മിക്സഡ് ഫീലിംഗ്. എൻ്റെ എല്ലാ സാധനങ്ങളും ഇറക്കി എല്ലാം ഗാലിയാക്കി കഥം. എല്ലാം നല്ലതിന് അല്ലേ? മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണല്ലോ. എല്ലാ മനുഷ്യരും ഒരേപോലെ നിൽക്കില്ലല്ലോ. എല്ലാ കാലത്തും എന്നും ഒരേപോലെ നിൽക്കില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇനി താഴെയും കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്കിലേക്ക് പോകും. ഇനി മിക്കവാറും ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുമായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. കണ്ണാടി ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് നിന്നെ ആയിരിക്കും ഇവിടെ കണ്ണാടി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞു. എല്ലാം എടുത്തു. എല്ലാം താഴെ കൊണ്ട് വെച്ചു. ഇനി ഊബർ ബുക്ക് ചെയ്യണം. ഹോട്ടലിലേക്ക് പോകണം. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സ്ഥലം. മിസ് ചെയ്യുമോന്ന് വെച്ചാൽ മിസ് ചെയ്യും. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് നിന്ന സ്ഥലമല്ലേ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, വാഷിംഗ് മെഷീൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ബൈ ഹൗസ്, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ പുതിയ വീട്ടിലെത്തി. അൺപാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിപ്പോൾ കാണിക്കാനുള്ള ആരോഗ്യമില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീട് പിന്നൊരു ദിവസം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ വീടെത്തി. അൺപാക്കിങ് മൊത്തമൊന്നും കഴിഞ്ഞില്ല, പകുതിയോളം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. നാളെ ഇപ്പോൾ എൻ്റെ പിറന്നാളാണ്, January 5th. എൻ്റെ നാൾ വെച്ചുള്ള പിറന്നാളാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സദ്യ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ എന്നിട്ടുള്ള മൂഡ് അനുസരിച്ചിരിക്കുള്ളൂ. കുറേ മാങ്ങ കിട്ടി ഫ്രീ ഗ്രോസറിയിൽ നിന്ന്. സോ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയൊക്കെ കാണിച്ച് വീടിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കാണിക്കാമെന്ന്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ വയ്യ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരോ വീഡിയോയിലായിട്ട് കാണാം. അയ്യോ, എൻ്റെ ക്യൂടെക്സ് പോയി. അത് നോക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. തുറന്നാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഡോർ. ഇത് താഴെ ഗ്യാരേജിലേക്കുള്ള വഴിയാണ്. ഓക്കെ, ഗ്യാരേജിൽ ലൈറ്റ് ഓഫ് ചെയ്തില്ല, ഞാൻ ഓണാക്കിയത്. ഓഫാക്കാം. മൈക്രോവേവ്, ഓവൻ, പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. ദിസ് ഈസ് അവർ കിച്ചൺ. ഫ്രിഡ്ജ്, റൈസ് കുക്കർ അനിയൻ്റെയാണ്. ഡിഷ് വാഷർ, പിന്നെ ഇതൊക്കെ കഴുകിയിട്ട് ഉണക്കാനിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഗൈസ്. ഡ്രയറില്ല, വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഹാൾ. അതൊരു പിയാനോ. വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കായിരുന്നു. പിന്നെ ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. പക്ഷെ പുറത്ത് കണ്ടോ, പ്രൈവറ്റായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. അതൊക്കെ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കയറുന്നു. സ്റ്റെപ്സ്. ഇതാണ് കുളിക്കാനൊക്കെ ഉള്ളത്. ഞാൻ ടോയ്ലറ്റ് തുറക്കുന്നില്ല. ഇതാണ് എൻ്റെ മുറി. അയ്യോ, അൺപാക്കിംഗ് ആണ്. അൺപാക്കിംഗ് ഗൈസ്, അൺപാക്കിംഗ്.
ഡ്രസ്. ഇവിടെയും എനിക്കുണ്ടൊരു കണ്ണാടി. നേരെ പുറത്തേക്കുള്ള വിൻഡോ ആണ്. ഒരു ടേബിൾ, ബെഡ്, ബാക്കി അൺപാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. മിഠായി. ഇത്രയും വരെ വീഡിയോ എത്തിച്ചിട്ട് വീട് കാണിക്കാണ്ട് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഗൈസ് വീട് കാണിക്കുന്നത്. ദെൻ ഗ്യാരേജിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. കണ്ടല്ലോ ഗൈസ്, കണ്ടല്ലോ. ഇതാണ് പുതിയ വീട്.